ഇന്ന് നമ്മുടെ 104-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു സബ്ജക്റ്റ്, നമ്മുടെ കേരളം ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം നാശത്തിലേക്ക് പോവുക എന്ന് എനിക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം ഞാൻ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ, ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഒരു CPM-കാർ തന്നെ പിണറായിയെ ചീത്ത വിളിക്കുന്നെന്നും പറഞ്ഞ് ഒരു വോയിസ് ഇട്ടേക്കുന്നു. കാരണം അത് 2 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തൊരു വോയിസാണ്. അയാളൊരു CPM വിശ്വാസിയാണ്. അയാൾ പാർട്ടി മെമ്പറൊന്നും അല്ല, ഒരു വ്യവസ്ഥയില്ലാത്ത അയാൾ പറയുന്ന ചീത്ത കേട്ടറിയാം. അതിപ്പോൾ യൂസ് ചെയ്യുകയാണ്. കാരണം ഇലക്ഷൻ വരുന്ന അങ്ങനെയൊക്കെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഞാൻ പിണറായി സർക്കാരിനെ പുകഴ്ത്താനോ പിണറായി സാറിനെ പുകഴ്ത്താനോ വന്നതല്ല, ഞാൻ കുറേ സത്യാവസ്ഥ പറയാൻ വന്നതാണ്. 10 കൊല്ലം മുമ്പ് കേരളം ത്തിൻ്റെ അധികാരം പിണറായി സർക്കാരിൻ്റെ കിട്ടുമ്പം നമ്മുടെ റോഡുകളിൽ കുണ്ടും കുഴികളും തന്നെയായിരുന്നു. എത്ര റോഡുകൾ ഇന്ന് നിങ്ങൾക്ക് തപ്പി നടക്കേണ്ട വരും, കിലോമീറ്ററുകളോളം ഗട്ടറുള്ള റോഡ് കാണാൻ. എന്നിട്ട് ഒരു ചെറിയടുത്ത് റോഡ് കണ്ടാൽ അത് ഷൂട്ട് ചെയ്ത് ഇടുക. അവിടെ വാഴ നടാൻ ആ 10 കൊല്ലം മുമ്പ് വാഴ നടുവായിരുന്നു റോട്ടിൽ. ഇപ്പം അതൊന്നും ഇല്ല. എല്ലാ റോഡുകളും നല്ലാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുണ്ട്. ഒന്ന്, ഇടവഴികൾ പോലും 3 അടി വഴികൾ പോലും ടൈലിട്ട് കൊടുക്കുന്ന, അതായത് ടൈലല്ല, ഈ കട്ട ചെയ്ത് പതിച്ചു കൊടുത്ത റോഡുകളാണ്. അതുപോലെ തന്നെ ശരിക്കും ഉമ്മൻചാണ്ടി സാർ അനുവദിച്ച വീടുകളാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് അനുവദിച്ചിരുന്നത് 75 ലക്ഷം രൂപയാണ്. പിന്നെ അത് 2 ലക്ഷമാക്കി. ഇപ്പോൾ അത് 4 ലക്ഷമുണ്ട്. കാരണം ഇത്രയും ഫണ്ട് ഇല്ലാത്തൊരു സർക്കാർ 4 ലക്ഷമാക്കി. കാരണം ഇതിനകത്തൊരു കാര്യം എന്ന് പറയാം, കഴിഞ്ഞ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പം എൻ്റെ ഒരു ചേട്ടൻ ഇടുക്കിയിൽ, അവന് 10 ലക്ഷം രൂപയാണ് കൊടുത്തത്. കാരണം 4 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും കൊടുത്തു, 4 ലക്ഷം രൂപ വീടിനും കൊടുത്തു ആ സമയങ്ങളിൽ. പിന്നെ വയനാടിൻ്റെ ഫണ്ടിനെ കുറിച്ച് പറയുന്നു. വയനാട് വന്ന ഫണ്ട് അങ്ങനെയൊന്നും പെട്ടെന്ന് ചിലവാക്കാനൊക്കെ ഇല്ല. അത് പിറ്റേ ആഴ്ച ഇതെല്ലാം കൂടെ പിരിച്ച് വെച്ച് ഓരോരുത്തർക്ക് ബിരിയാണി വാങ്ങി കൊടുക്കാനല്ല ചെയ്യുന്നത്. അത് വ്യക്തമായ തീരുമാനമെടുത്ത് അവരെ അവിടുത്തെ ഇപ്പോഴും മാറി പാർക്കാൻ തയ്യാറല്ല. അവിടെ മരണം അത്ര ഉരുൾപൊട്ടലുണ്ടാകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് വരെ ആശാവർക്കർമാരും പലരും കയറിയിറങ്ങി ഇവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്, മാറണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അവിടെ മാറാത്ത ജനതയാണ്. അവരാണ് കൂടുതൽ അവിടെ മരിച്ചത്. പക്ഷേ 240ഓളം പേര് ഒരു സ്കൂളിൽ പോയി താമസിച്ചിരുന്നു. അവർക്കൊരു ആപത്തും ഉണ്ടായില്ല. അതാണ് അതിനകത്തെ വസ്തുത. അവർ മാറാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. ആശാവർക്കർമാരും ഹെൽത്തിലെ ആൾക്കാരും പലരും പോയി നിങ്ങൾ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു അവിടെ. അത് എന്നിട്ട് ഈ ഫണ്ടൊക്കെ പിറ്റേ ദിവസം എടുത്ത് ചിലവാക്കേണ്ടതൊന്നുമല്ല. അത് വ്യക്തമായ ധാരണയോട് കൂടി അടുത്ത സ്ഥലം കണ്ടെത്തി ഉൾപൊട്ടലുണ്ടാകാത്ത അത്രയും പേരെ പുനരധിവസിപ്പിക്കണം. പിന്നെ അടുത്ത കാര്യം, 10 കൊല്ലം മുമ്പ് ഈ കേരളത്തിൻ്റെ കയ്യിൽ ഗവൺമെൻറ് സ്കൂളുകൾ കിട്ടിയപ്പോൾ എന്താ ഓലപ്പര വരെ ഉണ്ടായിരുന്നത്. ഞാനൊരു ട്രൈബൽ സ്കൂൾ, ഗവൺമെൻറ് ട്രൈബൽ UP സ്കൂളെന്നും പറഞ്ഞ് ഈ കുമളിയിലെ ഞാൻ PTA പ്രസിഡൻ്റായിട്ട് 2 വർഷം ഇരുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും ചെറിയ PTA പ്രസിഡൻ്റായിരുന്നു ഞാൻ, പ്രായം കുറഞ്ഞ. അന്ന് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു അറിയാമോ? ഞാൻ കയറിക്കഴിഞ്ഞ് ആണ് തോന്നുന്നു, ഞാൻ കയറി അത് 16 വർഷം മുമ്പാണ് ഞാനിരുന്നത്. 15 എങ്ങാണ്ട് വർഷം മുമ്പ്. അന്ന് അതിനുശേഷം ഇപ്പം അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 നില ബിൽഡിങ്ങാണ്. ഞാൻ പണിയിപ്പിച്ച 2 കെട്ടിടം പൊളിച്ചിട്ടില്ല അവിടെ. കാരണം ഇത്ര കാലാവധി ഉണ്ട്, അത് പൊളിച്ചിട്ടില്ല ഇവിടെ. അപ്പുറത്ത് 2 നിലകളാണ് എല്ലാ ക്ലാസ്സുകളും. മറ്റേ ചോരുകയും പാമ്പ് കയറുകയും എല്ലാം ചെയ്യുന്ന ഒരവസ്ഥ. അവിടുത്തെ കഞ്ഞിപ്പര പോലും സുരക്ഷിതമല്ലായിരുന്നു. ഇപ്പോൾ ആ കഞ്ഞിപ്പരയൊക്കെ നല്ല ഇതായി. ആ ഭിത്തികളിൽ വരച്ച് വെച്ചിരിക്കുന്ന കുട്ടികളെ ഒരു ട്രെയിൻ പോലെയാണ് അതിൻ്റെ പഴയ ഒരു കെട്ടിടം വരച്ച് വെച്ചിരിക്കുന്നത്. ആ ഒരവസ്ഥ. അവിടെ ഗാർഡനുണ്ട്, അവിടെ കുട്ടികൾ കളിക്കാനുള്ള ഗ്രൗണ്ടും അതിനകത്ത് അത്യാവശ്യമുണ്ട്. അത് ഇപ്പോൾ ആ സ്കൂൾ കാണണം. അതായത് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നിങ്ങൾ പ്രതികരിക്കാൻ പോയാൽ അത്രയും ഫീസ് മേടിച്ചേച്ച് അവരെ തോൽപ്പിച്ച് കളയും. അവർ രക്ഷകർത്താക്കളെ കൈകെട്ടിയിരിക്കണം. ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോയാൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം എന്താ കാര്യം എന്ന്. ആ ധൈര്യമുണ്ടല്ലോ. ഒരു ഗവൺമെൻറ് സ്കൂളുകൾ ഇപ്പം എന്താണ് ഇത്ര നല്ലതായിട്ടാണ് നടക്കുന്നത്. പല കുട്ടികളും മാനേജ്മെൻറ്റ് എന്തിനാണ് ആവശ്യം? ഇംഗ്ലീഷ് മീഡിയം ആക്കി മൊത്തം. അതുകൊണ്ട് ഇപ്പം പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് ആളുകളെ തള്ളിക്കയറ്റമാണ്.
വിജയ ശതമാനം ഇത്രയായെന്ന് പറഞ്ഞ് അത് വിജയിക്കാനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ ജയിച്ചു വരുന്നത്. കാരണം പഴയതിനേക്കാൾ അടുത്ത തലമുറയ്ക്ക് ഐക്യു കൂടിയിട്ടുണ്ട്, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. അവരതുകൊണ്ടാണ് ജയിക്കുന്നത്. അവരൊന്നും ജീവിതത്തിൽ പരാജയപ്പെടുന്നൊന്നുമില്ല. എൻ്റേതൊക്കെ കാലഘട്ടത്തിൽ ഉള്ള അറിവിനേക്കാൾ ഒന്ന് പുസ്തകങ്ങൾ വായിക്കാൻ ഇവർക്കെല്ലാം മൊബൈലിൽ കണ്ടറിയാം. ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ വലുതാണ് അത്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഒരു 10 കൊല്ലം മുമ്പ് ഈ അധികാരത്തിൽ വരുമ്പം ഇവിടെ മരുന്നില്ലാന്ന് പറയും. 8 ഐറ്റം മരുന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് എവിടെ നിന്ന് കിട്ടാത്തേ ഉള്ളൂ. ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടക്കം ഞാൻ പറയാം, എല്ലാ മരുന്നുകളും അവിടെ ഉണ്ട്, എല്ലാ മരുന്നുകളും ഉണ്ട്. പിന്നെ ചില മരുന്നുകൾ തീർന്നു പോകും. കാരണം ഒരു ദിവസം 50 ചുമയുള്ള സിറപ്പിനേക്കാൾ കൂടുതൽ 100 എണ്ണത്തിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ട്. എനിക്ക് 99 രൂപയാണ് പ്രൈവറ്റിൽ വെളിയിൽ കിട്ടുന്നത്. ആ സാധനമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ 100 പേര് ചുമയുള്ളവർ പനി സമയത്ത് വരും. നിങ്ങൾ ഇവിടുത്തെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ചെല്ലുക, കയറിയിട്ടൊന്ന് പനിയെന്നും പറഞ്ഞ് കയറിയാൽ മതി. അടുത്ത് കൂടെ ചെല്ലുന്നതിന് ഞങ്ങളുടെ ചികിത്സിച്ച് കളയും. 2000 രൂപയില്ല ഒരാൾക്ക് ഇറങ്ങാനൊക്കെ ഇല്ല ശരാശരി. അത് ഇവിടെ ചെന്ന് വെച്ച് 5 രൂപയും മുടക്കി വെച്ച് എല്ലാം ഫ്രീ ആയിട്ട് വാങ്ങി, ടെസ്റ്റുകൾക്കെല്ലാം വെളിയിൽ 30 രൂപ ഉള്ളതിന് 10 കൊടുത്ത്, എക്സ്റേക്ക് 400 രൂപ ഉള്ളടുത്ത് 150 രൂപയും കൊടുത്ത് ചെയ്തേച്ച് വന്നേച്ച് കുറ്റം പറയുകയാണ്. അവൻ്റെ വൃത്തി കണ്ടിട്ടുണ്ടോ? ഒരു ചെളിയോ അഴുക്കോ എന്തെങ്കിലും അവിടെ ഉണ്ടോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ? ഇല്ല. കാരണം വണ്ടി പാർക്കിങ്ങിന് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങോട്ട് മാറ്റിയിടണം ഇങ്ങോട്ട് മാറ്റിയിടണം 4 സെക്യൂരിറ്റി വന്ന് മെഡിസിറ്റി പോലും, ആംസ്റ്റർഡാം മെഡിസിറ്റി പോലും ഭയങ്കര ഭരണമാണ്. ഇവിടെ ആരും ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിൽ പോയി വണ്ടി കിടത്തില്ല. അവർ മാന്യമായിട്ട് റോഡിൽ മാറ്റിയിടും, ഒതുക്കിയിടും. കാരണം അത് സ്വയം അവിടെ സെക്യൂരിറ്റി ഇല്ല. കാരണം അവിടെ അലമ്പുമില്ല, ബഹളമില്ല. പിന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഒന്ന് പ്രതികരിച്ച് വയ്യേ, അന്നേരം പോലീസ് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ ഗവൺമെൻറ് ആശുപത്രി നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടറെ എന്ത് പണിയാണ് കാണിച്ചതെന്ന്, അങ്ങനെ ഒരു ചോദ്യം ചെയ്യാനുള്ളൊരവസ്ഥ. അതുപോലെ തന്നെ ഇന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എത്ര പേര് കൈക്കൂലി വാങ്ങുന്നുണ്ട്? സത്യം അധികം പേര് മേടിക്കുന്നില്ല. 10 കൊല്ലം മുമ്പ് ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, പലതിനും കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. എന്നോട് ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ആനുകൂല്യത്തിന് വേണ്ടി എന്നോട് 30,000 രൂപ കൈക്കൂലി മേടിച്ചിട്ടുണ്ട് 10 കൊല്ലം മുമ്പ്. പക്ഷേ ഇപ്പം എവിടെയാണ് ഈ വീട് കൊടുക്കുന്നതിനിപ്പോൾ കൈക്കൂലി മേടിക്കുന്നത്? ഈ ഇടയ്ക്ക് ഈ മാഷുവാട്ടിയുടെ ശാപം അത് തന്നെയാണ്. കാരണം ഈ താഴെ ഒരാൾ, അയാൾക്ക് 50,000 രൂപ മെയിൻ്റനൻസിന് അനുവദിച്ചു. അയാളത് 10,000 രൂപയ്ക്ക് മെയിൻ്റനൻസ് ചെയ്തുള്ളൂ, എനിക്കറിയാവുന്ന. അയാൾ 40,000 എടുത്തു. അയാൾ പറയാം 2 ലക്ഷം രൂപ എനിക്ക് കിട്ടിയതാണ് പഞ്ചായത്തിൽ നിന്ന് കളപ്പിച്ചെന്ന്. ഞാൻ പറഞ്ഞു, താനൊക്കെ ഒരു പാർട്ടി ക്ലാസ്സിലൊക്കെ പോയി പങ്കെടുക്കുന്നതല്ലേ, 8 കൊല്ലമായിട്ട് പാർട്ടി മെമ്പറല്ലേ, അങ്ങനെയൊക്കെ പറയരുത്. ഞാൻ എത്ര രൂപയ്ക്ക് ഒപ്പിട്ട് കൊടുത്തു? ഞാൻ 50,000-ന്. എത്ര രൂപയ്ക്ക് അപേക്ഷ വെച്ചാൽ അതും 50,000-ന്. ചെക്ക് കിട്ടിയത് എത്ര? അതും 50,000-ന്. ബാങ്കിൽ പോയതാരാ? അത് 50,000-ന്. മാറി ആ കാശ് കിട്ടിയപ്പോൾ ആരൊക്കെ എത്ര രൂപ? പഞ്ചായത്തിൽ നിന്ന് ആരും മേടിച്ചില്ല, ബാങ്കിൽ നിന്ന് ആരെങ്കിലും മേടിച്ചു? ഒരു ചായ പോലും എന്നോട് മേടിച്ചില്ല. എൻ്റെ അവസ്ഥ ഓർത്ത്, നിങ്ങൾ എത്ര രൂപയ്ക്ക് പണിതു? ഒരു 10,000 രൂപയ്ക്ക് പണിതു. എന്നിട്ട് ഒരു 1.5 ലക്ഷം രൂപ. ഞാൻ ചാടി എണീറ്റ് അയാളെ ഞാൻ പറഞ്ഞു, അത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ അനുവദിച്ചാണ് അയാൾക്ക് 50,000 രൂപ. പക്ഷേ LDF ഭരിച്ചപ്പോഴാണത് കൊടുത്തത്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മേടിച്ചെന്ന് വെച്ച് വെറുതെ അല്ല, നിങ്ങൾക്കൊക്കെ കിറ്റ് തന്ന് മാത്രം. എൻ്റെ അഭിപ്രായത്തിൽ കിറ്റൊക്കെ കൊടുക്കാവുള്ളൂ, ഒരു ആനുകൂല്യം കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. മേടിച്ചു. പിന്നെ പെൻഷൻ്റെ കാര്യം, പെൻഷൻ 13, 16, 600 രൂപ വെച്ച് കൊടുക്കാനില്ലാതെ എൻ്റെ ഗതികേടാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു മന്ത്രിസഭയിൽ നിന്ന് ആണ് ഈ പിണറായി സർക്കാരിൻ്റെ കിട്ടുന്നത്. അങ്ങാണ്ട് 6,500 5,800 ഒക്കെ അത് മൊത്തം കൊടുത്തു തീർക്കുകയാണ് ആദ്യം LDF സർക്കാർ ചെയ്തത്. എന്നിട്ട് അതിപ്പോൾ അടുത്തത് ഇന്നലത്തെ വാർത്തകൾ 1,750 രൂപയാക്കി. അത് ഈ തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് 1,750 രൂപ വെച്ച് കൊടുക്കും. എങ്ങാണ്ട് ഒരു മാസത്തെ കുടിശ്ശികയേ ഉള്ളൂ, 1 അല്ല 2 മാസത്തെ. നിങ്ങൾക്ക് കൃത്യമായി ഈ പെൻഷൻ വാങ്ങുന്നവർക്ക് അറിയില്ല ഈ ജൂലൈ മാസത്തിലൊന്നും അല്ല കൊടുക്കുന്നത്, 2 മാസത്തിന് മുമ്പുള്ളതാണ്. അത് അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസമായിട്ട് 2 കുടിശ്ശികയേ ഉള്ളൂ. അതുവരെ ആക്കി. അത് 1,600 വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഈ 2,500 ആക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇത്രയും ദരിദ്രമായ അവസ്ഥയിൽ ഇപ്പോഴും എൻ്റെ അറിവിൽ കോടതി മുഖാനം എങ്ങാണ്ട് 12,000 കോടി രൂപ മേടിച്ചത്. ആകെ കേരള സർക്കാരിനുള്ള കടം 42,000 കോടിയുടെ എങ്ങാണ്ടാണ് ബാധ്യതയുള്ളത്, അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനുള്ളത്. ആ 42,000 കോടി രൂപ നിലവിൽ കേന്ദ്ര സർക്കാരിന് കിട്ടാനുണ്ട്. ഇന്ന് കോടതി വിധിയാണ് 12,000 കോടി അനുവദിച്ചത്. അതുകൊണ്ടാണ് അത് കിട്ടിയ ഇവിടുത്തെ കടം തീരും. അതെ, ഇത് രാഷ്ട്രീയമായിട്ട് എനിക്ക് കേന്ദ്ര സർക്കാരിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേരളം LDF ഭരിക്കണമെന്നും കേന്ദ്രം BJP ഭരിക്കണമെന്നും ഞാൻ തുറന്ന് ആഗ്രഹിക്കുന്നതാണ്. കാരണം ഇന്ത്യ ഇപ്പം
രണ്ടാം ശക്തി പോലെ ആയേക്കുന്നു. ലോകത്തിനെ കവച്ച് വെക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അസൂയയും കുശുമ്പും GDP റേറ്റൊക്കെ ഭയങ്കരമാണ്. കാരണം അമേരിക്കയെ പോലും പിന്തള്ളിക്കൊണ്ട് 4ാം സ്ഥാനത്ത് ഈ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ആളോഹരി വിഹിതത്തിൽ, അതായത് പാവങ്ങളും പണക്കാരും തമ്മിലുള്ള സമത്വത്തിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തി. അമേരിക്കയൊക്കെ എങ്ങാണ്ട് 34ാം സ്ഥാനത്താണ്. കാരണം അവിടെ പാവങ്ങളുടെയും പണക്കാരുടെയും സമത്വം ഭയങ്കര വേറിട്ടാണ്. ഉള്ളവൻ അതിസമ്പന്നനും ഇല്ലാത്തവൻ അവിടെ ദരിദ്രനാണ്. അവിടെ പിച്ചക്കാരുണ്ട്, അവിടെ ഭിക്ഷ കിടക്കുന്നവരുണ്ട്, അവിടെ തെരുവ് പാട്ട് പാടി നടക്കുന്നവരുണ്ട്. ഈ ഇന്ത്യയിൽ ദാരിദ്ര്യമില്ല. ഉണ്ടെന്നൊന്ന് കാണിച്ചാൽ ഞാൻ 2 ദിവസം കൊണ്ട് പട്ടിണി കിടക്കുന്നതാണ്. പിന്നെ ബിവറേജിൻ്റെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. വെറും 8% ഉള്ളൂ ലോട്ടറിയുടെ ബിവറേജിൻ്റെ വരുമാനം കേരളത്തിൻ്റെ വരുമാനത്തിൽ. വെറും 8% ഉള്ളൂ. ഈ മദ്യപാനികൾ പലരും മദ്യം കൂടി കുറയ്ക്കാൻ കാരണം മദ്യത്തിൻ്റെ വില കൂട്ടിക്കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ 30 രൂപയ്ക്ക് ഇവിടെ മദ്യം കിട്ടുമായിരുന്നെങ്കിൽ ദിവസവും ഇവിടെ എല്ലാ വീട്ടിലും പായാൽ. അങ്ങനെയുണ്ട്. പിന്നെ ഈ ലോട്ടറി കച്ചവടം, ലോട്ടറിക്ക് 7 രൂപ വെച്ച് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 6 രൂപ വെച്ച് കിട്ടുന്നുണ്ടല്ലോ. ഒരു ഇന്ത്യയിലല്ല വ്യാപാരിക്കും അറിയാം, എന്ത് ബിസിനസ് ചെയ്താലും ഒരു കട ഇട്ടാലും 10% ലാഭം. അതിൽ നിന്നാണ് കടയുടെ വാടക എല്ലാം കൊടുക്കേണ്ടത്. അതായത് 100 രൂപ വിറ്റ 10 രൂപയാണ് ലാഭം. ഞാൻ നടത്തിയിട്ടുള്ളതാണ് കട. പക്ഷേ ലോട്ടറിയിൽ 6 രൂപ വെച്ച് കൂട്ടിക്ക് ഒരു കട എടുക്കാതെ ഒന്നും എടുക്കാതെ 12%. ഈ കടയിട്ട് നടത്തുന്നവർക്ക് 8 രൂപ എങ്ങാണ്ട് കിട്ടുന്നുണ്ട്. 8 രൂപ 7 രൂപ 50 പൈസയൊക്കെ. അത് ഒരു മുടക്കമില്ലാതെ ചുമ്മാ ഇരുന്നാൽ മതി. അത് ഒരു അനങ്ങ പോലും വേണ്ട. അങ്ങനെ അതായത് 6 രൂപ കിട്ടുന്ന ആൾക്ക് 100 രൂപയിൽ 12 രൂപയുണ്ട്. അതാണ് ലോട്ടറിയുടെ ഗുണം. ഒരു മുടക്കമില്ല. ഏറ്റവും ലോകത്ത് മുതൽ മുടക്ക് കുറവുള്ള. കാരണം 2000 രൂപ കൊണ്ട് ലോട്ടറി എടുക്കാം. അത്യാവശ്യം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 2000 രൂപ ലോട്ടറി വിറ്റാൽ എത്ര രൂപ കൊണ്ടോ? അത് ആലോചിച്ച് നോക്കാം. അങ്ങനെയുള്ളൂ. അത് പിന്നെ ലോട്ടറിക്കാരൊന്നും മദ്യപിച്ചൊന്നും അധികം പൈസയൊന്നും കളയുന്നില്ല. അവർ നടക്കണമല്ലോ ജീവിതത്തിൽ. അതൊക്കെയാണ്. നമ്മുടെ കേരളം ഈ ഒരു അവസ്ഥയിലേക്ക് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി ആവശ്യമില്ലാതെ CPM-കാരെന്നും പറഞ്ഞ് അങ്ങോട്ട് പാർട്ടി മെമ്പറുമല്ല, ഇവർക്ക് പാർട്ടിയെക്കുറിച്ച് ധാരണയില്ലാത്ത വല്ലവനുമാണ് ഈ പറയുന്നത്. അതൊന്നും കണക്കിലെടുക്കരുത്. പിന്നെ മാത്രമല്ല, പിണറായി സാഹ് അങ്ങോട്ട് അമേരിക്കയ്ക്ക് പോയി. അന്നേരം സ്വന്തം കാശ് കൊണ്ട് പോകത്തില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അല്ലെങ്കിൽ പാർട്ടിക്ക് പിരിച്ചു 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ സ്വന്തം പാർട്ടിക്കാർ പിരിച്ചാണ് അങ്ങനെ പോയിരുന്നെങ്കിൽ പിരിച്ചാണ് ആശുപത്രി വിട്ടത്. ഇവിടുത്തെ സർക്കാർ കൊടുത്തില്ല എന്ന് പറയും. അറിയാമോ? ധനകാര്യ മന്ത്രി കൊടുത്തില്ലെന്ന് പറയും. മാത്രമല്ല സ്വന്തം വീട്ടിൽ നിന്ന് എടുത്ത് പോകേണ്ട ഗതികേട് വന്നു എന്ന് തിരിച്ചും പറയും. ഈ ജനം തന്നെ പറയും. ഏറ്റവും കൂടുതൽ എന്ത് ചെയ്താലും അംഗീകരിക്കാത്ത ജനത ലോകത്തുണ്ടെങ്കിൽ അത് കേരളത്തിലേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് അത് നമ്മുടെ കടമയാണ്. VS മരിച്ചപ്പോൾ, VS അല്ല ഏത് മുൻ മുഖ്യമന്ത്രിമാർ മരിച്ചാലും ഒരു ദിവസം അവധി വയ്ക്കില്ല. അതുപോലെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു രോഗം വന്നാൽ അത് വിടേണ്ടത് അത് കേരള ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഈ മുഖ്യമന്ത്രി ചുമ്മാ സിനിമയിലൊക്കെ കാണാം എനിക്ക് പ്രൊട്ടക്ഷനൊന്നും വേണ്ടെന്ന്. പ്രൊട്ടക്ഷൻ വേണ്ടാന്ന് പറഞ്ഞാലും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പോലീസിൻ്റെ ഇവിടുത്തെ വകുപ്പിൻ്റെയും കടമയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ മുഖ്യമന്ത്രിക്ക് പറയാം എനിക്ക് സംരക്ഷണമൊന്നും വേണ്ടെന്ന്. പക്ഷെ അത് കൊടുക്കേണ്ടത് കടമയാണ്. എന്തെങ്കിലും പറ്റിപ്പോയുണ്ടല്ലോ ലോകം മൊത്തം നാറും. അങ്ങനെ ഒരു മുഖ്യമന്ത്രി, അത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഇത്രയും നല്ല ഗുണങ്ങളുമുണ്ട്. പിന്നെ ഇപ്പം ഏത് ഓഫീസിൽ ചെന്നാലും എല്ലാവരും, ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ്, ഞാനൊരു കാര്യത്തിന് വീണ ജോർജ് മാഡത്തിനെ വിളിച്ചപ്പോൾ നിമിഷങ്ങൾക്കകം നടപടിയുണ്ടായി. അത് ഏഷ്യാനെറ്റ് ഏകദേശം കോൺഗ്രസ് BJP പക്ഷമാണ്. ഏഷ്യാനെറ്റിൽ നിന്ന് ആൾ ഇടപെട്ട്, അറിയാവോ? എൻ്റെ കാര്യം വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം കുളവാക്കാം. അടുത്ത ഭരണത്തിൻ്റെ എല്ലാം ഞാൻ ഇതിൻ്റെ നേട്ടങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കിംവദന്തി പറഞ്ഞുണ്ടാക്കി പിണറായി വിജയൻ അത്രയൊന്നും ഇതാണ്ട. നിങ്ങളൊന്നും ആലോചിക്കുക, ശരി ചെയ്യുന്ന ഒരുത്തിനോട് ചെന്ന് കണകുണ വർത്താനം പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെടും. അയാൾ മുഖത്തടിച്ച് വർത്താനം പറയും. കാരണം എല്ലാ ശരിയും ഒരു 90% ശരിയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നുള്ള, അദ്ദേഹം ഒരു കള്ളനല്ല, അയാളൊരു കള്ളത്തരം കാണിക്കുന്ന ആളല്ല. അതുകൊണ്ടാണല്ലോ എന്തോ കേസ് കേട്ട് വന്നുവെച്ചാൽ അദ്ദേഹത്തെ കോടതി പല പ്രാവശ്യം വെറുതെ വിട്ടു. പിന്നെയും പുറകെ നടന്ന് ആക്രമിക്കുകയാണ്. കാരണം കോടതിക്ക് മനസ്സിലായത് ചുമ്മാ ചേർക്കപ്പെട്ടതാണെന്നൊക്കെ കോടതിക്ക് മനസ്സിലായി.
അതെ. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. അദ്ദേഹം ദേഷ്യപ്പെടുന്ന പ്രായമുണ്ട്, രോഗാവസ്ഥയുണ്ട്. എന്നിട്ടും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു പോകുന്നു. പിന്നെ ഗോവിന്ദച്ചാമിയെ ചാടിയതിൻ്റെ മിനിഞ്ഞാന്ന് തൊട്ട്. എന്നിട്ട് അതും പാർട്ടിക്കാരൊക്കെ പിടിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഗോവിന്ദച്ചാമിയെ അവിടെ ജയിലിൽ തുറന്ന് എങ്ങാണ്ട് ഇറക്കി വിട്ട പോലെ പറഞ്ഞത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ, ഈ വോട്ട് ചെയ്യുമ്പം പിന്നെ നിലമ്പൂരെ മത്സരത്തിൻ്റെ ഒന്നും കാര്യം വേണ്ട. അവിടെ എങ്ങനെയാണെങ്കിലും അതങ്ങനെ ജയിക്കുകയുള്ളൂ. അതെല്ലാവർക്കും അറിയാം. അത്രയും വോട്ടെങ്കിലും തിരിച്ച് LDFന് പിടിക്കാൻ പറ്റി. ഞാനിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ പറയുകയാണ്. കാരണം ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല, ഞാനൊരു മതത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ ഒന്ന് ചിന്തിക്കണം, അടുത്ത ഭരണത്തിൽ തിരിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന ഒരു കൊല്ലം കഴിയുമ്പം ഈ MLA മന്ത്രിയൊക്കെ തിരിച്ചു വിളിക്കാനുള്ള നോട്ടാന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ. തിരിച്ചു വിളിക്കാനുള്ള ഒരു അധികാരവും നമുക്കില്ല. 5 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഉള്ളു തുറന്ന് പറ, 2 കൊല്ലം കൊണ്ട് കുളമാകുകയില്ലെന്ന്. ഒരു പെൻഷനും പിന്നെ കിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, പിണറായി സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് 2500 രൂപ തന്നെ പെൻഷനാക്കിയിട്ട് ഇറങ്ങും. കാരണം എന്ന് പറഞ്ഞാൽ ഈ 2000 രൂപ ചാക്കും, അതിന് മുമ്പ് 2500 പ്രഖ്യാപിക്കും, ഒരു മാസമെങ്കിലും കൊടുക്കും അത്. പക്ഷേ അടുത്ത സർക്കാർ വേറൊന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കാരണം അഴിമതിയും പക്ഷാഭേദവും എല്ലാ രീതിയിലും അങ്ങനെ ആവും. അത് ഞാൻ പറഞ്ഞില്ലേ, 30,000 എന്നോട് മേടിച്ചത് UDF സർക്കാരിരുന്ന കാലത്താണ്. ഈ പഞ്ചായത്തിൽ മേടിച്ചതാണ് എന്നോട്. പഞ്ചായത്തിൽ ആരും ഉദ്യോഗസ്ഥ ഒരാളാണ് മേടിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് വിചിന്തനം, ആരോഗ്യമേഖല വിദ്യാഭ്യാസ മേഖലയിലും നിങ്ങൾ വൃത്തി നോക്കുക. അത് സ്കൂളിലെ ടീച്ചർമാരുടെ ഒന്നൊക്കെ ചൂടാകാം. ഏതാ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഹോസ്പിറ്റലുകൾ, ഈ മെഡിക്കൽ കോളേജ്, ഞാൻ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ വൃത്തിയും വെടിപ്പും അവിടുത്തെ ഡോക്ടർമാർ ഇടപെടുന്ന രീതികളും ഒക്കെ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുന്ന 1 മണിക്കൂറുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒടുക്കത്തെ കാശും കൊടുത്തേച്ച് അതിൻ്റെ 3 ഇരട്ടി മണിക്കൂർ നിൽക്കണം. നമുക്കിവിടെ ഗവൺമെൻറ് സ്ട്രക്ചർ ഉന്തിക്കൊണ്ട് പോകാൻ ആൾക്ക് ഒന്നും കൊടുക്കണ്ട. അത് നമ്മുടെ അധികാരം പോലെയാണ് മുകളിൽ കൊണ്ട് വിടാൻ പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത് വേറെ രീതിയിലാണ്. അതിനും കൂടെ സ്ട്രെച്ചറെന്നും പറഞ്ഞ് 50 രൂപ എഴുതും. ഗവൺമെൻറ് എല്ലാ മേഖലകളും, റോഡുകളും വഴികളും, ഏത് വഴികളിലാണ്, എവിടെയാണ് വെള്ളമില്ലാത്ത? സത്യത്തിൽ ഇന്നലെ നമ്മൾ ഈ ജില്ലക്കാരാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മണി സഹ വന്നാൽ പിന്നെയാണ് റെഡിയായത്. ഈ മഴ വന്നാൽ കറണ്ട് പോയി 8 ദിവസത്തിന് കറണ്ട് കാണാമായിരുന്നു. വല്ല ഇന്നലെ കറണ്ട് എത്ര നേരം പോയിട്ടില്ല കറണ്ട്. ഇപ്പോഴും കറണ്ടുണ്ട്. ഈ വൈദ്യുതി കട്ടാക്കുന്നില്ല. മാക്സിമം അവർ അന്നേരം വന്ന് റെഡിയാക്കുകയാണ്. അത് വൈദ്യുതി എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ട്. ഇവിടെ എവിടെയാണ് പട്ടിണിയുള്ളത്? ആർക്കാണ് പട്ടിണിയുള്ളത്? ഈ പെൻഷൻ മേടിക്കുന്നതിൽ തന്നെ ഏറ്റവും പെൻഷൻ കിട്ടുന്നതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും മദ്യശാലകളിൽ കച്ചവടം കൂടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു നല്ല തുക അങ്ങോട്ടാണ് പോകുന്നത്, ആണുങ്ങളുടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട്. പെൻഷൻ എങ്ങനെ ഒരു ദിവസം താമസിച്ചാലാണ് ഈ കിടന്ന് തെറി വരുന്നത്. കൃത്യസമയത്ത് എന്തിനെങ്കിലും ആവശ്യം നോക്കിയിരിക്കുമ്പോൾ ഒരു ദിവസം താമസിക്കും. അതിനാണ് ഈ പറയുന്നത്. ഈ പെൻഷനൊക്കെ പിന്നെ കിട്ടാതെ വരും. കാരണം വേറെ സർക്കാർ വന്നാൽ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം പറഞ്ഞില്ലെങ്കിൽ അതും ഒരു തെറ്റാകും. ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നതൊന്ന് വിചിന്തനം ചെയ്യുക. വരുന്ന ഇലക്ഷനുകളിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ.